നമസ്കാരം. 45 വർഷം LDF ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റ് നേടി BJP നയിക്കുന്ന NDA സഖ്യം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ കേരള ചരിത്രത്തിൽ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും സമവാക്യങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. BJPക്കാർ പോലും ഇത്രയും വലിയ ഭൂരിപക്ഷം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് മറ്റൊരു വാസ്തവം. ഭൂരിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ തിരുവനന്തപുരത്ത് ഒരു തൂക്കുഭരണമായിരിക്കും ഉണ്ടാകും എന്നാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ LDFനെയും UDFനെയും അട്ടിമറിച്ചുകൊണ്ട് BJP ഭരണത്തിലേക്ക് കുതിക്കുന്നതിൻ്റെ ഷോക്ക് മറ്റു മുന്നണികൾക്ക് നൽകുന്ന ക്ഷീണം ഒട്ടും ചെറുതല്ല. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ പ്രതീക്ഷകളാണ് BJPക്ക് ഈ വിജയം കേരളത്തിൽ സമ്മാനിച്ചിരിക്കുന്നത്. BJPയുടെ വിജയം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വലിയ പ്രാധാന്യത്തോടെയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ രാഷ്ട്രീയമില്ലാതെ തലസ്ഥാനത്തുണ്ടായ തിരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്ന് വിശകലനം ചെയ്യാം. രാജീവ് ചന്ദ്രശേഖറിനെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി അവതരിപ്പിച്ചപ്പോൾ തന്നെ സ്ഥിരം ഫോർമുലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന് BJPയുടെ ദേശീയ നേതൃത്വം ഇവിടെ കളമൊരുക്കി. ഈ തിരഞ്ഞെടുപ്പിൽ BJP മുന്നിൽ വെച്ച വികസിത തിരുവനന്തപുരം, മാറാത്തത് മാറും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അവർക്ക് ഇപ്പോൾ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ്. മൃഗീയ ഭൂരിപക്ഷത്തോടെ തിരുവനന്തപുരം പിടിച്ചെടുക്കുവാനായില്ലെങ്കിലും LDFനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളാൻ കഴിഞ്ഞതിൻ്റെ വലിയ ആഹ്ലാദത്തിലാണ് NDA സഖ്യം. 2 തവണ 35 സീറ്റുകളുമായി രണ്ടാം കക്ഷിയായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന BJP വളരെയധികം സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചതോടെ അവർ ഉദ്ദേശിച്ച വിജയം നേടുവാനായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ബാലികേറ മലയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ പഴി മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ തലയിൽ കെട്ടിവെക്കുവാൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുമ്പോഴും തങ്ങൾക്ക് വലിയ ക്ഷീണമൊന്നും കണക്കുകളിൽ സംഭവിച്ചിട്ടില്ല എന്ന് വിലയിരുത്തി LDF ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. BJPയുടെ തിരുവനന്തപുരത്തെ വളർച്ച നോക്കിയാൽ 2015 മുതൽ തന്നെ അതിൻ്റെ സൂചനകൾ പ്രകടമായിരുന്നു. അന്ന് 6 അംഗങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് 35 അവരുടെ അംഗബലം ഉയർന്നു. കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച് നിയമസഭയിലെത്തിയ നേമമണ്ഡലത്തിലെ O രാജഗോപാലിൻ്റെ തുടക്കത്തോടെ ഇപ്പോൾ കൂടുതൽ അംഗബലത്തോടെ BJP മുന്നേറുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ നിരവധി മുറുമുറുപ്പുകൾ ഉയർന്നെങ്കിലും ഇപ്പോൾ നേടിയ വിജയം രാജീവ് ചന്ദ്രശേഖറിൻ്റെ കരിയർ ഗ്രാഫ് വാനോളം ഉയർത്തിയിരിക്കുകയാണ്. ഇനി BJPയുടെ വിജയ കണക്ക് നോക്കിയാൽ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ 25ഓളം വാർഡുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. അതിൽ തന്നെ 16ഓളം വാർഡുകളിൽ 100-ൽ താഴെ ഭൂരിപക്ഷത്തിലാണ് പല സ്ഥാനാർത്ഥികളും ജയിച്ചത്. ഇവിടെ ഞെട്ടിക്കുന്ന വിജയം ചന്തവിളയിൽ 2 വോട്ടിന് BJP സ്ഥാനാർത്ഥിയായ അനു G പ്രഭയുടെ വിജയം തന്നെയാണ്. ചന്തവിളയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സിമിയുടെ അപരന്മാർ നേടിയത് 56 വോട്ടാണ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ആറ്റുകാൽ വാർഡിൽ BJPയുടെ SS ശ്രുതി വിജയിച്ചത് 11 വോട്ടുകൾക്കാണ്. ചാല വാർഡിൽ LDFൻ്റെ പ്രമുഖനായ സുന്ദർ പരാജയപ്പെട്ടത് BJPയുടെ SKP രമേശിനോടാണ്. രമേശിൻ്റെ ഭൂരിപക്ഷം 12 വോട്ടാണ്. പൊന്നുമംഗലം വാർഡിൽ BJPയുടെ SK ശ്രീദേവി ജയിച്ചത് 14 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഇടവക്കോട് വാർഡിൽ BJPയുടെ സ്വാതി S കുമാർ വിജയിച്ചത് 26 വോട്ടുകൾക്കാണ്. ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി അന്തരിച്ച VR സിനിയുടെ അപരന്മാർ നേടിയത് 44 വോട്ടാണ്. കൂടാതെ മറ്റ് നിരവധി വാർഡുകളിലും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം 100-ൽ താഴെയാണ്. കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥൻ 74 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പല വാർഡുകളിലും വിമതർ, അപരന്മാർ, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, SDPI തുടങ്ങിയവർ നേടിയ വോട്ട് വിഹിതം മുന്നണികളുടെ ജയപരാജയങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. തലസ്ഥാനം മൊത്തം നോക്കിയാൽ തങ്ങൾക്ക് ഇപ്പോഴും വോട്ട് വിഹിതം കുറഞ്ഞിട്ടില്ല എന്നാണ് LDF അവകാശപ്പെടുന്നത്. കോർപ്പറേഷനിൽ BJP മുന്നിലെത്തിയെങ്കിലും LDFന് 2000-ഓളം വോട്ടുകൾ ഇപ്പോൾ കൂടുതലുണ്ട്. തങ്ങളുടെ വോട്ട് വിഹിതം കൂടി എന്ന് LDF പറയുന്നതിന് മറ്റൊരു കാരണം തീരദേശ വാർഡുകളിൽ BJPയുടെ വോട്ട് വിഹിതം കുറഞ്ഞതാണ്. മൊത്തത്തിൽ UDFന് മറ്റു 2 പേരെക്കാളും 40,000-ഓളം വോട്ടിൻ്റെ കുറവാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിരിക്കുന്നത്. എന്നാൽ BJP ഗ്രാമീണ മേഖലയിൽ 3 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇതുവരെ പലവട്ടം ലോക്സഭാ സീറ്റ് BJPക്ക് നഷ്ടപ്പെട്ടത് അപ്രതീക്ഷിതമായാണ്. പൊതുവെ കോർപ്പറേഷൻ മേഖലകളിൽ BJP മുന്നേറുമ്പോൾ ഗ്രാമീണ മേഖലകളിലെ തിരിച്ചടിയാണ് അവർക്ക് വിനയാകുന്നത്.
കോർപ്പറേഷൻ മേഖലകളിലെ അവരുടെ നേട്ടത്തെ ഇത്തവണ അതേപടി നിലനിർത്തിയതാണ് BJPക്ക് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഇത്തവണ BJPയുടെ ഈ വൻ വിജയത്തിന് പിന്നിൽ അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും RSSന് തന്നെയാണ്. 6 മാസം മുൻപേ തന്നെ അവർ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം നടത്തിയിരുന്നു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയും മുൻ കൗൺസിലർമാരെ വാർഡുകൾ മാറ്റി പരീക്ഷിച്ചതും വിജയം കണ്ടിട്ടുണ്ട്. ഹൈടെക് പ്രചരണവും മേൽനോട്ടത്തിന് ഒന്നിലധികം സമിതികളുമൊക്കെ അവർ ഒരുക്കി. തങ്ങളുടെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിനാണ് BJP ഇപ്പോൾ നൽകുന്നത്. ഇതിനോടൊപ്പം CPMനെതിരായ ഭരണവികാരവും അഴിമതി ആരോപണങ്ങളും വോട്ടാക്കി മാറ്റുവാനും കഴിഞ്ഞിട്ടുണ്ട്. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 മുന്നേറുവാനും BJPക്ക് സാധിച്ചു. ശ്രീലേഖ എന്ന സ്റ്റാർ ക്യാമ്പയിനും ഗുണമായിട്ടുണ്ട്. കോർപ്പറേഷനിൽ നേടിയ വിജയം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിൽ വിജയപ്രതീക്ഷ BJPക്ക് നൽകുകയാണ്. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPയുടെ വിജയം തലസ്ഥാനത്തിൻ്റെ വികസന കാര്യത്തിൽ പ്രതീക്ഷകൾ ഉയർത്തിയിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികൾ കൂടുതലായി ഇവിടേക്ക് എത്തിക്കും എന്ന വാഗ്ദാനമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേന്ദ്രവും തലസ്ഥാനവും ചേരുന്ന ഡബിൾ എൻജിൻ ഭരണമെന്നാണ് BJP പറയുന്നത്. തിരുവനന്തപുരം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ അവർക്ക് മുന്നിൽ നിരന്നു നിൽക്കുകയാണ്. അവയെല്ലാം കൈകാര്യം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് തലസ്ഥാനവാസികൾ. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ കുതിപ്പിന് തടയിടുവാനുള്ള തന്ത്രങ്ങളുമായി മറ്റു മുന്നണികളും ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആര് ജയിച്ചാലും അത് തലസ്ഥാന ജില്ലയുടെ വികസനത്തിന് ഊന്നൽ നൽകട്ടെ എന്ന് മാത്രം പറയുകയാണ്. എല്ലാ പേർക്കും വിജയാശംസകളും നേരുന്നു. മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.